നാം ചിന്തിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്ന വിധത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നാം ഒന്ന് ഷെയർ ചെയ്യുക, ദൈവികമായ ആശ്വാസം ലഭിക്കുക, മുൻപോട്ട് പോകുവാൻ ഒരു ശക്തി ഉണ്ടാവുക, ഇതൊക്കെ അത്യാവശ്യമാണ്. ഇത് പങ്കുവയ്ക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഭവം, ഒരു സുഹൃത്ത് എനിക്ക് ഒരിക്കൽ ഫോൺ ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് വളരെയേറെ വിഷമത്തിലാണ്. എന്റെ ജീവിതം വലിയ പ്രയാസമേറിയ മേഖലകളിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം ആ വാക്കിന് അല്ലെങ്കിൽ ആ ജീവിതത്തെ അദ്ദേഹം ഉപമിച്ചത് ഞാൻ ഇന്ന് ICUവിലാണ് എന്നാണ്. ഞാൻ ആ മകനെ ഒത്തിരി പ്രാവശ്യം ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ പ്രാവശ്യം ദൈവികമായ വചനത്താൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നാം ഓരോരുത്തരും ദൈവിക വചനം ഉപയോഗിച്ച് പരസ്പരം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ്. കാരണം ദൈവവചനം സമാധാനം നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്. വചനത്തിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എന്നെ സുഖപ്പെടുത്തുന്നത് അവിടുത്തെ വചനം ആണ് എന്ന്. ഈ മകനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം എന്താണ് പറയേണ്ടെന്നറിയാതെ വിഷമിച്ച് നിന്ന ഒരു നിമിഷമുണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു, ദൈവമേ, എന്തു പറയണം ഈ മകനെ ആശ്വസിപ്പിക്കുവാൻ. പെട്ടെന്ന് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ഒരു വചനം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഈ സമയം നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പിതാവ് ആയ ദൈവം നിങ്ങളിലൂടെ സംസാരിക്കും എന്ന്. ഞാൻ ആ മകനോട് പറഞ്ഞു, ICU എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ച ICU അല്ല ഞാൻ പറഞ്ഞ ICU എന്ന് വ്യത്യാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ICUവിൽ സ്പെല്ലിംഗിൽ ലേശം വ്യത്യാസം വരുന്നുണ്ട്. അദ്ദേഹം ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞത് ദൈവം നിന്നെ കാണുന്നു എന്ന വാക്കാണ്. ദൈവം നിന്നെ കാണുന്നു എന്ന വാക്ക് ആ മകനോട് പറഞ്ഞു. എന്നപ്പോൾ ആ മകൻ അനുഭവിച്ച സമാധാനം, സന്തോഷം വലുതാണ് എന്ന് പിന്നീട് ആ മകൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അവൻ പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ സഹായിക്കുവാൻ ഞാനുണ്ട്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ നിന്നെ കാത്തുപരിപാലിക്കുന്നു. ഇതേ സഹോദരങ്ങളെ, ദൈവികമായ വചനത്തിൽ വിശ്വസിക്കാം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്ക് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും നാം ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ, ദൈവികമായ സമാധാനം നമ്മെ തേടിയെത്തുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.